ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. പാലക് പനീർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തത്, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, 2 ചുവന്ന മുളക്, മല്ലിയില, 1 സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, 200 ഗ്രാം പനീർ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് പാലക്കിനെ നല്ലോണം ബ്ലാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്ലാൻഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, വെള്ളം നന്നായിട്ട് ബോയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാലക്ക് അതിനകത്ത് ഇടാം. 2 മിനിറ്റ് വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുക. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. നമ്മൾ തണുത്ത വെള്ളത്തിലിടുന്നത് ആ പാലക്കിൻ്റെ കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മാറ്റി ഐസ് കോൾഡ് വാട്ടറിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിതിന് ഐസ് കൂൾ വാട്ടറിൽ നിന്ന് മാറ്റി മിക്സി ജാറിലേക്ക് ആക്കി. 1 മിനിറ്റ് എടുക്കും നമുക്ക് ആ വെള്ളത്തിൽ അതിനെ നല്ലോണം ഡ്രെയിൻ ചെയ്തെടുത്ത് പിന്നെ നമുക്കതിനെ അരച്ചെടുക്കാം. നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് പാലക്കിനെ ഇടുമ്പോഴേക്കും അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് അവിടെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ എടുത്ത് മാറ്റി നല്ലോണം ഡ്രെയിൻ ചെയ്ത് മിക്സി ജാറിലേക്ക് ആക്കാം. ഇപ്പം നമ്മൾ മിക്സിയിൽ ചേർത്തിരിക്കുന്നത് പാലക്, ഇപ്പോൾ നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കൂടാതെ മല്ലിയില, 2 പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ ഗ്രൈൻഡ് ചെയ്തിടണം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള, കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഉള്ളി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി, ഗരം മസാല. ഇത് ഈ മസാലകളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വേവിക്കാം. എണ്ണയൊക്കെ ഒന്ന് റിലീസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നല്ലോണം ഉടച്ച് വെച്ചിരിക്കുന്ന തൈരൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓയിൽ റിലീസ് ആവുന്ന വരെ നമ്മളതിനെ കണ്ടിന്യൂസ് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ കൊണ്ട് സൈഡിൽ കൂടെ ഓയിലൊക്കെ ഒന്ന് റിലീസായി വന്നിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, ഇനി അത് പിരിയാനുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കും ആ മിക്സ്ചർ മുഴുവൻ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ മിക്സ്ചർ നല്ലോണം നമ്മളെ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഓൾറെഡി വെന്തതാണ്, ജസ്റ്റ് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, പാലക്കിലുള്ള മോയ്സ്ചറൊക്കെ റിലീസായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന മലായി പനീറാണ്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പനീർ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പനീറിന് ഫ്രൈ ചെയ്യുമ്പോഴേക്കും അതൊന്ന് ഹാർഡാവുകയും ചെയ്യും. അതുകൂടാതെ അതിനകത്തുള്ള ഒരു ന്യൂട്രീഷൻ വാല്യൂ കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് ചേർക്കുന്നുള്ളൂ. പനീർ വേവാൻ അധികം സമയം വേണ്ട. ശരിക്കും 2-3 മിനിറ്റിൽ പനീർ വെന്ത് കിട്ടും. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ബ്ലെൻഡ് ആവുന്ന വരെ 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഒന്ന് സ്പ്ലട്ടറായി വന്നതിന് ശേഷം നമുക്ക് 2 ചുവന്ന മുളക് ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്ത് നമ്മളുടെ പാലക്കിൻ്റെ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ട നമ്മുടെ പാലക് പനീർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിന്